റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു 4 മണി പലഹാരം നമുക്കിന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീട് മധുരത്തിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ്, അതും നമുക്ക് ജാറിലോട്ടിട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതും ഞാൻ അതുപോലെ 1/2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ജീരകം, 1/4 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്, അതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിന് ജാറിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നിത് അടിച്ചെടുക്കാം. നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. നല്ലോണം അടിഞ്ഞിട്ടില്ല. ഇപ്പം നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് നമുക്കിത് പൊങ്ങി വരുന്നതിന് വേണ്ടി ബേക്കിംഗ് പൗഡർ ഞാനൊരു വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു പിഞ്ചിട്ടാൽ മതി, കൂടുതൽ ഇടാൻ പാടില്ല. നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇഡ്ഡലി തട്ടിലാണത് ചുട്ടെടുക്കുന്നത്, അപ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടുന്നുണ്ട് വേഗം കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വേണ്ടി സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് തട്ടിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ആവിയിൽ കിടന്ന് വേവാൻ ഒരു 10 മിനിറ്റും കൂടി മതി. പിന്നീട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറി വെക്കുന്നുണ്ട്. അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കയ്യിൽ എന്താണ് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് വെക്കാം, എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി വെക്കാം. അങ്ങനെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് ഒരു തട്ടും കൂടി മാവ് ഒഴിക്കാനുണ്ട്. അപ്പം മാവ് അതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേതയും നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടിയതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് ആവിയിൽ കിടന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ പലഹാരം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ഉണ്ട്.